ദൈവത്തിന്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദാം. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവം കിഴക്ക് ഏദനിലൊരു തോട്ടമുണ്ടാക്കി. താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദനിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമുള്ള സൃഷ്ടി, ദൈവത്തിന്റെ സ്വഭാവം പ്രതിഫലിക്കുന്നതിനാണ് ആദാമിനെ ദൈവം സൃഷ്ടിച്ചത്. ധാർമ്മിക യുക്തി, സർഗാത്മകത, ബന്ധങ്ങളുടെ ആഴം എന്നിവയ്ക്കുള്ള കഴിവ് മനുഷ്യന് നൽകപ്പെട്ടു. സൃഷ്ടികളുടെ മേലുള്ള ആധിപത്യം, എല്ലാ ജീവജാലങ്ങളുടെ മേലുമുള്ള അധികാരം ആദാമിന് നൽകപ്പെട്ടു. ദൈവം ആദാമിനെ അനുഗ്രഹിച്ചു. സന്താനപുഷ്ടിയുള്ളവരായി വളരുവാനും പെരുകുവാനും ഭൂമിയെ കീഴടക്കുവാനുമുള്ള ദിവ്യകൽപ്പന നിറവേറ്റുവാൻ അവനെ പ്രാപ്തനാക്കി. ദൈവം ആദാമിന് ആവശ്യമായ എല്ലാ പോഷണവും നൽകി. അതിൽ വിത്തുകൾ കായ്ക്കുന്ന സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും ഉൾപ്പെടുന്നു. ജീവിതത്തിന് ആവശ്യമായതെല്ലാം ദൈവം അവന് നൽകി. മനുഷ്യ ജീവിതത്തിൽ വിശ്രമത്തിന്റെ പ്രാധാന്യവും ജോലിയുടെ പ്രാധാന്യവും ഊന്നിപ്പറഞ്ഞുകൊണ്ട് ദൈവം ആദാമിന് വിശ്രമദിനവും കൽപ്പിച്ചു. ജീവിക്കാൻ മനോഹരവും വിഭവസമർത്ഥവുമായ ഒരു അന്തരീക്ഷം നൽകി. ഏദൻ തോട്ടം നദികൾ, വിലയേറിയ കല്ലുകൾ തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളാൽ നിറഞ്ഞിരുന്നു. ഇത് ദൈവത്തിന്റെ സമൃദ്ധിയെയും കരുതലിനെയും വിളിച്ചറിയിക്കുന്നു. തോട്ടം പരിപാലിക്കുവാനുള്ള ജോലി ആദാമിന് ലഭിച്ചു. അത് അധ്വാനത്തിന്റെ മഹത്വത്തെയും പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു. ദൈവം തന്റെ കൽപ്പന ആദാമിന് നൽകി. പിന്തുടരുവാനുള്ള നിർദ്ദേശം വ്യക്തമാക്കി. അതനുസരിക്കുന്നത് ആത്മീകവും ധാർമ്മികവുമായ ക്ഷേമത്തിന് നിർണായകമായിരുന്നു. ആദാം ഒറ്റയ്ക്കായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം കണ്ടു. ഒരു പങ്കാളിയെ സൃഷ്ടിച്ചു. ബന്ധങ്ങളുടെയും സഹവർത്തത്തിന്റെയും പ്രാധാന്യം എടുത്തു കാണിച്ചു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് ദിവസം തോറും നാം ഓർക്കുക. നന്ദിയുള്ളവരായി സന്തോഷത്തോടെ ദൈവം തന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുക. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022257 എന്ന നമ്പർ ഉപയോഗിക്കുക.